സമയമാറ്റം പോലെ അങ്ങനെ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ അടക്കം അതിപ്പോൾ ഹൈക്കോടതി ഉത്തരവിന്റെ കൂടി ഒരു കാര്യം മുൻനിർത്തിയാണ് എടുത്തതെങ്കിൽ പോലും അത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ മതസംഘടനകളടക്കം ഇത്തരത്തിൽ പ്രതിഷേധമുയർത്തുകയും തങ്ങളുടെ ഭാഗം കേൾക്കണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ എല്ലാ വിഭാഗങ്ങളെയും കൂടി പരിഗണിച്ചുകൊണ്ട് നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല എന്നത് തന്നെയാണോ മന്ത്രിയുടെ അഭിപ്രായം? മതസംഘടനകളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് സംഘടനകളും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഏത് ഗവൺമെൻറ് ആയിരുന്നാലും ഗവൺമെൻറ്റിനൊരു നയം ഉണ്ടാവുമല്ലോ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം ഒരു നയമുണ്ട്. ആ നയം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഓരോ ഗവൺമെൻറ്റിനും ഓരോ നയം ഉണ്ടാവും. അപ്പോൾ ആ നയത്തിൽ നിന്നുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. അപ്പം മതസംഘടനകൾ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഓരോ മതസംഘടനകൾക്കും ഓരോ നയവും ഓരോ ആവശ്യങ്ങളും വരും. അത് നമുക്ക് ഗുണകരമായിരിക്കില്ല. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികൾക്കും ഒരേ രൂപത്തിൽ ഉള്ള സമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് പ്രത്യേക സൗജന്യം കിട്ടുന്നു എന്നുള്ള നിലയിലുള്ള ഒരു തോന്നലുണ്ടായാൽ തന്നെ നമ്മൾ മതസൗഹാർദ്ദവും സാഹോദര്യവും പരസ്പര സ്നേഹവും അത്തരം ആശയങ്ങളൊക്കെ തന്നെ അത് ദുർബലപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് മതസംഘടനകൾ അവരുടെ ആവശ്യങ്ങളും മതപരമായ അവരുടെ ആചാരങ്ങളും ഒക്കെ തന്നെ നിലനിർത്തിക്കോട്ടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. അതൊന്നും വിദ്യാഭ്യാസ വകുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിക്കുന്ന കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അത് മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി മാറ്റിവെക്കണമെന്ന് പറഞ്ഞാൽ ആ കാര്യം അംഗീകരിക്കാൻ വളരെ പ്രയാസമുണ്ട്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് നമുക്കറിയാം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയൊക്കെ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. ക്ലാസ് റൂമുകളുടെ കാര്യത്തിലായിക്കോട്ടെ, പഠന നിലവാരത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലായിക്കോട്ടെ, സ്മാർട്ട് ക്ലാസ് റൂം അടക്കം വന്നിട്ടുണ്ട്. മികച്ച കെട്ടിടങ്ങൾ ഒരുപാട് സ്കൂളുകൾക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പല സ്കൂളുകൾക്കും ഇത്തരത്തിൽ വലിയ ശോച്യാവസ്ഥ നേരിടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇത്തവണ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഈ സ്കൂൾ ബസിന്റെ ഫിറ്റ്നസിനോടൊപ്പം തന്നെ സ്കൂൾ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, ആ സർട്ടിഫിക്കറ്റ് കൂടി ഉറപ്പാക്കണം. അതില്ലാത്ത സ്കൂളുകൾക്ക് തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി ലഭിക്കില്ല എന്നുള്ളത്. പക്ഷേ ആ ഉത്തരവിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയിൽ പല സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട് എന്നതാണ് വാസ്തവം. കഴിഞ്ഞ ദിവസം തന്നെ ആലപ്പുഴ എടത്തുവായിൽ ഇത്തരത്തിൽ സ്കൂളിന് ഫിറ്റ്നസ് ഇല്ല, അത് വളരെ ശോച്യാവസ്ഥയിൽ ഏത് നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന ഒരു സാഹചര്യം, പുതിയ കെട്ടിടം ഉണ്ടെങ്കിൽ പോലും അങ്ങോട്ട് മാറാത്ത സാഹചര്യം പല സ്കൂളുകൾക്കുമുണ്ട്. അത്തരത്തിലൊരു വൈമുഖ്യം, ഒരു അനാസ്ഥ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന സാഹചര്യം അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ രക്ഷകർത്താക്കളുടെയൊക്കെ ഒരു ഇടപെടൽ മൂലം, പ്രതിഷേധം മൂലമാണ് പിന്നീട് പുതിയ കെട്ടിടത്തിലേക്കൊക്കെ മാറാൻ ആലപ്പുഴയിലെ സ്കൂളിലെ കാര്യങ്ങളൊന്ന് നീക്കുപോക്കായത്. എവിടെയാണ് ഈ പാളിച്ചകൾ സംഭവിക്കുന്നത് എന്നാണ് മന്ത്രിക്ക് തോന്നുന്നത്? ഇക്കാര്യത്തിൽ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പാലിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ മുമ്പ് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ആ സർക്കുലർ ഏതാണ്ട് 50-ന് താഴെയുള്ള നിർദ്ദേശങ്ങൾ ആ സർക്കുലർ പറഞ്ഞിട്ടുണ്ട്. ഇത് മാത്രമല്ല, മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു 1/2 ഡസൻ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇത്രയും മുൻകരുതൽ എടുക്കാൻ വേണ്ടി ഗവൺമെൻറ് തയ്യാറാകുമ്പോഴും ആ തയ്യാറാകുന്നതിനെ നിസാരവൽക്കരിച്ച് പെരുമാറുന്ന ചില സ്ഥാപനങ്ങളും ചില സ്ഥാപന മേധാവികളുമുണ്ട്. ഒരു കാരണവശാലും അത് ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. അത് ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ചില നടപടികളുണ്ട് ഇതിനെ വ്യക്തമാക്കും. ഒരു എയ്ഡഡ് മാനേജ്മെന്റിന് നേരെ ഇത്രയും കർശനമായ നടപടി ഐക്യകേരള രൂപീകരണത്തിന് ശേഷം ആദ്യമായിട്ടാണ് തോന്നുന്നു എടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത്. അത് തന്നെയായിരിക്കും ഇനി ഈ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏതെങ്കിലും വിദ്യാലയങ്ങളിൽ ഉണ്ടായാൽ അതിന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവും, സഹ ചുമതലയുള്ള വ്യക്തി ഉണ്ടാവും. അതിന് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടി ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ഗവൺമെന്റിന്റെ ശമ്പളം വാങ്ങിക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന വ്യക്തികൾ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യത ഉണ്ട്. ആ ഗവൺമെന്റ് ഉത്തരവുകൾ പാലിക്കാൻ ബാധ്യതയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.
ഈ പ്രത്യേകിച്ച് കുട്ടികളുടെ സുരക്ഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും സംഭവം ഇനി ഉണ്ടായാൽ അതിനൊരു ടൈം തന്നെ കൊടുത്തിട്ടുണ്ട്, വീണ്ടും ആവർത്തിച്ച്. മിനിസ്റ്റർ, ഒരു കാര്യം കൂടി, അതായത് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായതിനു ശേഷം, അപകടം ഉണ്ടാകുന്നതിന് ശേഷം ഒരു നടപടി സ്വീകരിക്കുന്നതിനപ്പുറം അതിന് മുന്നോടിയായി എല്ലാ സ്കൂളുകളിലും സംസ്ഥാനത്തെ ഇത്തരത്തെ ഒരു ഫിറ്റ്നസ് പരിശോധന, സുരക്ഷാ പരിശോധന അടിയന്തരമായി നടത്തുമോ? നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിന്റെ ഒരു അവസാന റിപ്പോർട്ട് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി മിനിസ്റ്റർ, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. നമ്മൾ വലിയൊരു തുടർന്നോളൂ. എന്നോടാണോ പറഞ്ഞത്? അതെ, മിനിസ്റ്റർ നിർത്തി എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടപെട്ടത്. മന്ത്രിക്ക് തുടരാം. അല്ലല്ല, ഇല്ല, കുഴപ്പമില്ല. ഞാൻ അവസാനിപ്പിച്ചല്ലോ. അതായത് ഇനി വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ മിനിസ്റ്റർ, ഓക്കെ. ഉത്തരത്തിന് ബാക്കിയുണ്ട് എന്ന് പ്രതീക്ഷിച്ചാണ് വീണ്ടും ചോദിച്ചത്. ഒരുപാട് നന്ദി മിനിസ്റ്റർ, ഞങ്ങൾക്കൊപ്പം ചേർന്നത് രാവിലെ. താങ്ക് യു സോ മച്ച്. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമുക്കൊപ്പം ചേർന്നത്. അദ്ദേഹം വീണ്ടും വ്യക്തമാക്കുന്ന കാര്യമാണ്, ആർക്കും ഒരു കാർക്കശ്യവുമില്ല, നിർബന്ധിതമായി ഒരു തീരുമാനവും അടിച്ചേൽപ്പിക്കുകയല്ല. ഈ വേനലവധിയുടെ അടക്കം കാര്യത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു ചർച്ചയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് പൊതുജനങ്ങൾക്ക്, അധ്യാപകർക്ക്, രക്ഷിതാക്കൾക്ക് ഒക്കെ അഭിപ്രായം പറയാം. അത് വ്യക്തിപരമായ ഒരു പോസ്റ്റ് മാത്രമാണ്. അതിനപ്പുറം കൂടുതൽ അനുകൂലിച്ചാണ് തീരുമാനം അല്ലെങ്കിൽ അഭിപ്രായം എല്ലാവരും അറിയിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു അഭിപ്രായമുണ്ട്. വേനലവധി നമുക്ക് മാറ്റാം, ജൂൺ ജൂലൈ മാസത്തിലേക്ക് മാറ്റാം എന്നുള്ളൊരു അഭിപ്രായം കൂടുതലായി ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയോട് അടക്കം സംസാരിച്ച് സർക്കാർ തലത്തിൽ അതിനൊരു ഉത്തരവ് ഇറക്കാം, ആ ഒരു തീരുമാനത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ്. അതിനപ്പുറം ഇപ്പോൾ നിർബന്ധിതമായ ഒരു തീരുമാനത്തിലേക്കും കടക്കുന്നില്ല എന്നതാണ് മന്ത്രി നമ്മളോട് വ്യക്തമാക്കിയത്. അതടക്കം ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം.